ഹായ്, വെൽക്കം ടു ടച്ച് കണക്ഷൻസ്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കാന്തല്ലൂർ പോയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എറണാകുളത്ത് നിന്ന് ഞങ്ങളൊരു 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആലുവ പെരുമ്പാവൂർ വഴി നമ്മൾ പോയിട്ട് എനിക്ക് തോന്നുന്നു കോതമംഗലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ഊണുങ്കൽ കല്ലാർകുട്ടി ഡാം വഴിയാണ് കയറിപ്പോയത്. അതിന് കാരണം മൂന്നാർ വഴി വൈഡൻ ചെയ്യണതുകൊണ്ടിട്ട് നിറയെ പൊടിയും ബ്ലോക്കും ആയിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും കാട്ടിക്കുടി കയറി പോവാം, എന്തായാലും ഒരു ട്രിപ്പ് പോകണല്ലേ, അപ്പോൾ കാട്ടിക്കുടി പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെയാണ് പോയത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. അത് ഡാമെല്ലാം കാണാൻ പറ്റി, കുറേ കാടിൻ്റെ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയോടുകൂടി നമ്മൾ മൂന്നാർ ടൗണൊക്കെ കുറച്ച് നേരം കണ്ട് ഈ പോയിൻ്റൊക്കെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ മറയൂർപ്പെത്തി. മറയൂരിൽ എനിക്ക് തോന്നുന്ന ഒരു 2 മണിയോടെ എത്തി. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ലഞ്ച് കഴിച്ച്, കാരണം എല്ലാവർക്കും വിശന്നിരിക്കണതാണ്. അവിടെ ഇതേപോലെ ടൗണൊന്നും അല്ലാത്ത കാരണം വലിയ റെസ്റ്റോറൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ചൂട് ചോറുണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ഓംലെറ്റ്. അങ്ങനെ എല്ലാവരും ലഞ്ച് കഴിച്ച് അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പയ്യെ സ്റ്റാർട്ട് ചെയ്തത്. മറയൂരത്ത് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പയ്യെ കാന്തല്ലൂർക്ക് പുറപ്പെട്ടു. കാന്തല്ലൂർ ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി എത്താൻ പറ്റി. അവിടെ സിറ്റിയിൽ നിന്ന് കുറച്ച് പൊക്കത്തായിട്ട് വരും ഈ റിസോർട്ട്. അത് കുറച്ച് ഓഫ് റോഡാണ്, 1 കിലോമീറ്ററോളം ഒരു ഓഫ് റോഡാണ്. അപ്പോൾ എൻ്റെ വണ്ടി അർബൻ ക്രൂസർ ആയതുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി. എന്നിട്ട് പോലും ഞങ്ങൾ ഒരു കുറച്ച് നിർത്തിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് 2 പേര് വന്ന് ഞങ്ങളുടെ ബാഗെല്ലാം ഹെൽപ്പ് ചെയ്ത് അവർ ഞങ്ങളെ റിസോർട്ടിലേക്ക് എത്തിച്ച്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ അടിച്ചു പൊളിക്കണേ. ഞങ്ങളവിടെ ഒരു ഗ്ലാസ് ഹൗസാണ് ബുക്ക് ചെയ്തത്. ഗ്ലാസ് ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ 6 പേർക്ക് താമസിക്കാവുന്നതാണ്. ഞങ്ങൾ 4 പേർക്ക് അവർ 6000 രൂപ കണക്ക് കൊടുക്കണത്, പക്ഷേ എനിക്കതൊരു 4000 രൂപക്ക് തന്നായിരുന്നു. ഇതേപോലെ ചെറിയ ചെറിയ കോട്ടേജാണ് അവിടെ ഉള്ളത്, ഭയങ്കര സൗകര്യമാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ റിസോർട്ട് വളരെ നല്ലതാണ്. അവർ 10-12 ഏക്കർ അതിൻ്റെ അകത്താണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ രാത്രിയായപ്പോൾ അവർ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ക്യാമ്പ് ഫയറും മ്യൂസിക്കും എല്ലാം റെഡിയാക്കി തന്നായിരുന്നു. അപ്പോൾ അന്ന് ദിവസം ആയതുകൊണ്ടിട്ട് അധികം പേരുണ്ടായിരുന്നില്ല, കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബീഫ് വിന്താലും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വേറെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൊണ്ടുവച്ചിട്ട് ജോർജ് കുട്ടി വിന്താലും ഒക്കെ നല്ല റെഡിയായിട്ട് ചൂടൊക്കെ ആക്കി. പിന്നെ കുറച്ച് ഫുഡ് അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ കുറച്ച് ബീറൊക്കെ കൊണ്ടുപോകല്ല. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ച്. അപ്പോൾ ഫാമിലി എല്ലാം ഒരു 10-11 മണിയായപ്പോൾ അവർ നേരെ അകത്തേക്ക് പോയി. ഞങ്ങൾ അവിടെ ഒരു 12-1 മണിയോളം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നല്ല രസമായിരുന്നു. Gujarati dance. എന്നിട്ട് നമ്മളൊരു 1 മണിയായപ്പോൾ റൂമിൽ പോയി കിടന്ന്. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം അവിടെ ചെന്നപ്പോൾ വലിയ തണുപ്പുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ജാക്കറ്റും എല്ലാം വണ്ടിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ തണുപ്പില്ലാത്ത കാരണം നമ്മളതൊന്നും എടുത്തില്ല. ഒരു 4 മണിയായപ്പോൾ തണുപ്പ് അങ്ങനെ അടിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ കമ്പിളിയെല്ലാം എടുത്ത് തലയെ കൂടി മൂടിയിടൊന്നും നിൽക്കണില്ല. ഭാഗ്യത്തിന് എൻ്റെ അടുത്തൊരു മങ്കി ക്യാപ്പ് ഉണ്ടായിരുന്നു. മങ്കി ക്യാപ്പ് എടുത്തിട്ട് ഞാൻ തല മൂടി കുറച്ച് സമാധാനം ഉണ്ടായി. വേണമെങ്കിൽ ജാക്കറ്റ് എടുത്ത സംഭവം നടക്കുമായിരുന്നു, പക്ഷേ ജാക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ തിരിച്ചു വരില്ല. ആ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഭയങ്കര രസമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ മറ്റേ കേരളത്തിൻ്റെ കാശ്മീരെന്ന് കാന്തല്ലൂർ അറിയണത്. ഇത്രയും നല്ല തണുപ്പും ഇത്രയും നല്ലൊരു കോടയും അങ്ങനെയൊക്കെ. രാവിലെ ഒരു 6:30 മണിക്ക് എന്നിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള മരങ്ങളൊന്നും അവിടെ ഇല്ലെന്ന് വിചാരിച്ചു ചെയ്യാം. കാരണം അത്രക്ക് നല്ല വൈറ്റ് മിസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. അത് ഭയങ്കര ഒരു അനുഭവമാണ്. അത് പോയി കണ്ടാലേ അതിൻ്റെ സുഖം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ
എന്നിട്ട് ഞങ്ങളൊരു 7 മണിയായപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ പുറത്ത് പോയി നടക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങളവിടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നാട്ടിലെ മറ്റേ പിള്ളേർ സ്കൂളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വിശേഷം പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവരെ കൂടി നടന്ന്. അപ്പോൾ അവിടെ ക്യാരറ്റ്, പിന്നെ കേബേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ആപ്പിൾ തോട്ടം, മറ്റേ ഓറഞ്ച് എല്ലാം ഉണ്ട് അവിടെ. ഞങ്ങൾ നേരത്തെ പോയപ്പോൾ എടുത്തിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം തിരക്കുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു 10 മണിക്ക് റൂമിൽ വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, കടല, മുട്ട, പിന്നെ ജത്തിന് വെജ് ആയതുകൊണ്ടിട്ട് നല്ല കടിയിലും ഇഡ്ഡലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ അവൻ കഴിച്ചായിരുന്നു. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് നേരെ അവരോട് താങ്ക്സ് എല്ലാം പറഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെ റൂമിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ കാന്തല്ലൂർ സിറ്റിയെല്ലാം കണ്ട് പയ്യ മറയൂർക്ക് തിരിച്ചു പോകുന്നതാണ്. മറയൂർക്ക് പോകുന്ന വഴി അവിടെ കോവിൽ കടവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷനുണ്ട്. അതൊരു കോവിൽ കടവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്ഷേത്രമാണ്. അവിടെയുള്ള ആൾക്കാരുടെ ചെറിയൊരു ടൗണാണ് അത്. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് പഴം, മുന്തിരി അതെല്ലാം മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ മുനിയറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയത്. മുനിയറനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അവിടെ 20 രൂപയാണ് പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കയറി. കുറച്ച് ചൂടുണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ 3 വലിയ പാറക്കല്ലുകൾ കൂട്ടി വെച്ചിട്ടുള്ള ഒരു ഗുഹയാണ്. അതായത് ഒരു സൈഡിൽ കൂടി കയറാം, ബാക്കി ടോപ്പിലും 2 സൈഡിലും ഇപ്പുറത്തും അടച്ചു വെച്ചേക്കനെയാണ്. അപ്പോൾ ഇത് പഞ്ചപാണ്ഡവർ പണ്ട് തപസ്സനുഷ്ഠിച്ച ഗുഹയാണെന്നും പറയുന്നുണ്ട്. അതുകൂടാതെ കുറിയ മനുഷ്യർ പണ്ടുണ്ടായിരുന്നു, അവർ താമസിച്ച സ്ഥലമാണെന്നും പറയുന്നുണ്ട്. എന്താണ് സത്യം നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഇപ്പം അതൊരു നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നത്. മുനിയറെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ച് അത് ചെന്ന് പെട്ടത് നമ്മളൊരു പൈസ് നഗർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ്. അതായത് അച്ഛന്മാരൊക്കെ നടത്തുന്ന ഒരു സെമിനാരിയും ചെറിയൊരു കോളേജും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ എനിക്കിഷ്ടമായത് അവിടെ കുറേ ബോഗൺവില്ല ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്നുണ്ട്. ഭയങ്കര കട്ടായിട്ടിരിക്കണുണ്ട്, ഭയങ്കര ഭംഗിയാണ്. ബോഗൺവില്ല പൊതുവെ എനിക്കിഷ്ടമാണ്, എൻ്റെ വീട്ടിലുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ബോഗൺവില്ല കേരളത്തിലെ ഒരു ട്രെൻഡായിരിക്കണേ. അത് പല കളറ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ബോഗൺവില്ല പിടിപ്പിക്കുന്നുണ്ട്. അത് ഒരു ബോഗൺവില്ലയ്ക്ക് തന്നെ 4000 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോഗൺവില്ലിനെ കുറിച്ചിട്ട് ചെറിയൊരു കഥ ഞാൻ പറയാം. അപ്പോൾ ഈ ബോഗൺവില്ല എന്ന ചെടി അത് വിദേശിയാണ്. ഇത് ഒരു വിദേശിയാണ് കണ്ടുപിടിച്ചത്. അത് അങ്ങേര് കണ്ടുപിടിച്ച് അത് വളർത്തി പരിപാലിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇത് അയാളുടെ പേരോ അല്ലെങ്കിൽ അയാളുടെ കുട്ടികളുടെ പേരോ ഒന്നുമല്ല അതിനിട്ടേക്കണത്. അയാളുടെ ഒരു ഫ്രണ്ട്, അതിൻ്റെ പേരാണ് ബേഗൻ. ആ ബേഗൻ എന്ന് പറയുന്ന ഒരു പേരാണ് അവസാനം ബോഗൺവില്ല എന്ന് പറഞ്ഞിട്ട് ആയത്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് മഴയത്തും ചൂടത്തും ശരിക്ക് നല്ലോണം തഴച്ച് വളരണ ഒരു ചെടിയാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനുഷ്യർക്ക് കണ്ടുപഠിക്കാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോവും, ആകെ പ്രശ്നമാണ്. ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് തോൽവി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി. അപ്പോൾ അത് ഇതിനെ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെടിക്ക് പോലും ഇത്ര സംഭവത്തിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യരായ നമ്മൾ കുട്ടികളെ നമ്മൾ ഇത് കുറച്ചുകൂടി അതിനെ മനസ്സിലാക്കി അങ്ങനെ മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഞങ്ങൾ എത്തിയത് മറയൂർ ശർക്കര വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ മറയൂർ ശർക്കര ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് വലിയൊരു ചീനച്ചട്ടിയിൽ അതിൻ്റെ നീരൊക്കെ ഇട്ട് റെഡിയാക്കി ഒരാളിങ്ങനെ വലിയ തവി കൊണ്ടിട്ടൊക്കെ റെഡിയാക്കണം. അപ്പോൾ ശർക്കരയൊക്കെ അവിടെ വലിയ ഉണ്ടയായിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് കുറേ ശർക്കരയെല്ലാം മേടിച്ച് അതിനുശേഷം അവിടെ കരിമ്പും തോട്ടമെല്ലാം ഉണ്ട്. കരിമ്പും തോട്ടമൊക്കെ ഒന്ന് പോയി കണ്ട് വീണ്ടും അവിടെ നിന്ന് നമ്മൾ പോകുന്നത് അവിടെ ചന്ദനക്കാടുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കരുണാകരൻ്റെ സമയത്ത് ചന്ദന മരമുള്ള ആൾക്കാർ മുറിക്കുന്നു പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് അവിടെ കമ്പിവേലി കെട്ടിയിട്ട് ഈ സാധനം മറച്ചിട്ടുണ്ട്. എന്നാലും ആ സാധനം എടുത്തിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങളന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ
കുരങ്ങന്മാർ വന്ന് നമ്മളെ പിടികൂടി. കുറേ കുരങ്ങന്മാർ കാറിൻ്റെ ചുറ്റും വന്ന്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഗുജറാത്തി സ്നാക്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ജോർജ് കുട്ടി കുറേ കപ്പലണ്ടി അങ്ങനെയൊക്കെ എടുത്തിട്ട് കുരങ്ങിന് കൊടുത്തായിരുന്നു. കുരങ്ങൻ ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് വരെ കപ്പലണ്ടിയൊക്കെ എടുത്തിട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഞങ്ങൾ പോന്നപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ മാൻകൂട്ടം ഉണ്ടായിരുന്നു. അതിങ്ങനെ ആ സമയത്ത് ഒരു 12 മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു. ആ സമയത്ത് അവിടെ അകത്തേക്ക് പോകാൻ നിൽക്കണേ. അപ്പോൾ അതും കണ്ട് ഞങ്ങൾ വീണ്ടും ടൗണിലേക്ക് പോയപ്പോൾ എന്നാൽ ഇന്ന് നമുക്ക് മറയൂർ തങ്ങാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അപ്പോൾ എന്തായാലും നാളെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് മറയൂർ തങ്ങനെയാണ്. ഇതിൻ്റെ ബാക്കി വിശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുവരെ ഗുഡ് ബൈ.